IPL ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും. ആദ്യത്തെ തോൽവിക്ക് ശേഷം ചെന്നൈ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ ആദ്യത്തെ വിജയത്തിന് ശേഷം തുടർച്ചയായ 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. വളരെ പ്രതീക്ഷയോടെയാണ് മുംബൈ ഇന്ത്യൻസിന് എല്ലാ തവണ ആരാധകർ കാണുന്നത്. രോഹിത് ശർമ്മയും ടീമായിട്ടാണ് ഇത്ര വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി. മുമ്പ് സച്ചിൻ കളിച്ചിരുന്നു എങ്കിലും അതിനുശേഷം രോഹിത് ശർമ്മയിലൂടെയാണ് മുംബൈ ഇത്ര വലിയ ഫാൻസ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നമ്മൾ ഈ 2026 IPL സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മുംബൈയുടെ പ്രകടനം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഓരോ ദിവസത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മത്സരത്തിലെ വിജയം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 4 മത്സരങ്ങളും മുംബൈ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. വലിയ സ്കോറുകൾ നേടുന്ന മത്സരത്തിൽ പോലും ബോളിംഗ് പരാജയപ്പെട്ട് തോൽക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ പഞ്ചാബിനെതിരെ പോലും നമ്മൾ പരാജയപ്പെടുന്ന കണ്ടു. പഞ്ചാബ് ഈസി ആയിട്ട് മുംബൈ ഓർത്തെ വലിയ സ്കോർ ചേസ് ചെയ്യുന്നുണ്ട്. അത്രയും ബുംറ അടക്കമുള്ള ബോളർമാർ ഇവിടെ ഉള്ളപ്പോഴാണ് പഞ്ചാബ് വന്ന് മനോഹരമായ രീതിയിൽ ബാറ്റ് ചെയ്തിട്ട് മുംബൈയെ പരാജയപ്പെടുന്നത്. ഇത്തവണ മുംബൈക്ക് എവിടെ പിഴയ്ക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ മുംബൈയുടെ സച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സച്ചിനുള്ള സമയത്തോട്ട് തന്നെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങുന്നതായിരുന്നു. തോറ്റു തുടങ്ങിയിട്ട് വിജയത്തിലേക്ക് തിരിച്ചെന്നാണ് നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രശ്നം നേരെ തിരിച്ച് ആദ്യ മത്സരം തന്നെ ജയിച്ചു. ആരാധകരുടെ ആവേശം ഇരട്ടിയായി. മുംബൈ ആദ്യം തന്നെ മത്സരം ജയിക്കുകയാണ്. കാരണം താരനിര അത്ര വലിയ താരനിരയാണ്. ഇപ്പോൾ പറഞ്ഞ രോഹിത് ശർമ്മയായാലും റിക്കറ്റനായാലും ഡീകോക്ക് ആയാലും സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ബൂംറ, ട്രെന്റ് ബോൾട്ട്. ഈ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ഈ T20 കുട്ടി ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളായ ബൗളർമാരും ബാറ്റർമാരും എല്ലാം നിൽക്കുന്ന ഒരു നിരയാണ്. അവർക്ക് വേറൊന്നും ചിന്തിക്കണം. അത്രയും വലിയൊരു താരനിരയിലെ ടീമാണ്. അപ്പം ആരാധകർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞ പേരുകളിൽ ആരും ഫോമിലുള്ളതെന്നാണ് ഏറ്റവും വലിയ തിരിച്ചടിയെ മാറുന്നത്. ഇപ്പം ആദ്യ മത്സരത്തിൽ അവർ ജയിച്ചു പറഞ്ഞാൽ ഇന്നലെ ഇപ്പം 190 റൺ സ്കോർ ചെയ്യുന്നു. പക്ഷേ ട്രെന്റ് ബോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബൂമറയൊക്കെയുള്ള ഈ ടീമിന് അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയൊക്കെ തുറക്കുന്ന ഈ ടീമിന് അത് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്നില്ല. 200 മുകളിൽ സ്കോർ പോയാലും പ്രതിരോധിക്കാവുന്നില്ല. ഏത് സ്കോറായാലും പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു ബോളിംഗ് നിര അമ്പേ പരാജയപ്പെട്ടാണ്. ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ പ്രധാന പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നലെ ഇപ്പം ഡീകോക്കിന് നമുക്കറിയൊരു വെടിക്കെട്ട് ഇന്നിങ്സ് നമ്മൾ കണ്ടു. അത് ഓത്തിന് പരിക്ക് പറ്റി ഡീകോക്കിന് അവസരം കിട്ടുമ്പോൾ അത് മുതലാക്കുന്നുണ്ട്. പക്ഷേ ബാക്കി നമുക്കറിയുന്ന താരങ്ങളെല്ലാം ഇന്നലെ ഹാർദിക്കിൻ്റെ ഇന്നിങ്സ് ഒരുപക്ഷെ 220 പോകുന്ന മത്സരമായിരുന്നു. അത് ഹാർദിക്കിൻ്റെ ഒരു ക്യാച്ച് ശ്രേയസ് അയ്യർ മനോഹരമായ ഒരു ക്യാച്ചോടെ പുറത്താക്കി. അവിടെ സ്കോറിൻ്റെ വേഗത അവിടെ കുറഞ്ഞു. 200 മുകളിലേക്ക് പോകാത്തെ തടയിടാൻ വേണ്ടി പറ്റി. പക്ഷെ അത് 200 മുകളിൽ പോയില്ലെങ്കിലും ഈ ടീം 16-3 ഓവറിലായിട്ടാണ് കളി തീർത്തത്. പഞ്ചാബ് അടിച്ചു തീർത്തത്. സുഖമായിട്ട് അത് ജയിക്കുമായിരുന്നു. കാരണം ബോളിങ്ങിന് മൂർച്ചയില്ല, ബാറ്റിങ്ങിന് ശക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നത്. എന്തായിരുന്നു മുംബൈ ഈ പറഞ്ഞ തന്നെ സച്ചിന് ശേഷം രോഹിത് ശർമ്മ എന്നൊരു വലിയ ഇതിലേക്ക് വരുന്നു. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു അത് ഏറ്റവും വലിയ തിളക്കം. പിന്നെ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പം ചില അസ്വാരസ്യങ്ങളാണ് സീസൺ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഇപ്രാവശ്യം ആകുമ്പോഴേക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹരിക്കപ്പെട്ടു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻസിയിൽ ഹാർദിക് പാണ്ഡ്യ അമ്പയെ പരാജയപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ പഞ്ചാബിനെതിരായ മത്സരത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തുടർച്ചയായി കിൻഡൻ ഡീകോക്ക് അടക്കം വലിയൊരു സെഞ്ചുറി എടുക്കുന്നുണ്ട്. അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നത്. അതായത് രോഹിത് ശർമ്മ പരിക്ക് പറ്റി മാറിയതിന് ശേഷമാണ് 4 മത്സരങ്ങളിൽ ബെഞ്ചിലിരുന്ന ശേഷമാണ് ഡീകോക്ക് ടീമിലേക്ക് വരുന്നത്. അദ്ദേഹം ഇറങ്ങുന്നത് ആദ്യം കിട്ടിയ അവസരത്തിന് അദ്ദേഹം സെഞ്ചുറി അടിച്ച് അദ്ദേഹത്തിന് വരവറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ഡീകോക്കും നമൻദീറും കൂടെ ഗ്രീസിൽ നിൽക്കുമ്പോൾ അധികമായിട്ട് റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സ്കോർ എന്ന് വെച്ചാൽ 220 മുകളിലോട്ട് പോകുന്നതാണ്. ഇപ്പൊ നിലവിലത്തെ ഒരു 2020 ഒരു രീതി വെച്ച് നോക്കി 200 സേഫ് ആയിട്ടുള്ള സ്കോർ അല്ല. സ്കോർ ഒരുവിധം സേഫ് ആണെന്നൊക്കെ പറയാൻ പറ്റുന്ന ചെന്നൈയിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മാത്രമാണ് ഒരു 180 സേഫ് ആയിട്ടിരുന്നത്. മറ്റ് സ്റ്റേഡിയത്തിലൊന്നും 200 സേഫ് അല്ല. ഒരു 220-230 ഇപ്പൊ ഏറെക്കുറെ സേഫ് ആയിട്ടുള്ള സ്കോർ വരുന്നത്. ആ ഒരു സ്കോറിലേക്ക് മുംബൈക്ക് ഈസി ആയിട്ട് എത്താമായിരുന്നു. പക്ഷെ ഡീകോക്ക് ക്രീസിൽ ഉണ്ടായിരുന്ന സമയത്തും നമൻദീർ ഉണ്ടായിരുന്ന സമയത്തും നല്ല രീതിയിൽ മുംബൈ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു 14 ഓവർ തൊട്ടാണ് 20 ഓവർ വരെയാണ് പോയ ശേഷം കളി മാറുന്നത്. അതിനുശേഷം ഒരു വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ അവിടെ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളവിടെ കണ്ട കാര്യം വെച്ചാൽ മുമ്പ് ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു പ്രകടനമുണ്ട്. സൂര്യകുമാർ യാദവ് 360 ഡിഗ്രി പണ്ട് പറഞ്ഞതേ ഓർമ്മയില്ല. ഇപ്പൊ നമുക്കറിയാം 2005 അദ്ദേഹത്തിന് ഏറ്റവും മോശം വർഷമായിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഉൾപ്പെടെ. പക്ഷേ ഈ ലോകകപ്പിലേക്ക് തമ്മിൽ അല്ലെങ്കിൽ ന്യൂസിലെ പരമ്പരയാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നത് കാണിക്കുന്നു, തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ തമ്മിലേക്ക് വീണ്ടും സൂര്യകുമാർ യാദവ് പരാജയപ്പെടുകയാണ്. അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന് ആ പഴയ ഫോമിന്റെ നിഴലാവാൻ പോലും സൂര്യകുമാർ യാദവിന് പറ്റുന്നില്ല. അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം. തിലക് വർമ്മയും പ്രതീക്ഷ ഒരു പ്രകടനം പുറത്തെടുക്കുന്നില്ല. ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ പേര് കേട്ട ബാറ്റിംഗ് നിരക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ IPL ഏറ്റവും നല്ല ബാറ്റിംഗ് നിരയാണെന്ന് കടലാസിലെ കണക്കുകൊണ്ട് പറയാൻ പറ്റുന്ന ടീമാണ്. സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയൊക്കെ ഉള്ള ഒരു ടീമിനെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കടലാസിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അത് ഏത് കൊമ്പന്മാരെയും അല്ലെങ്കിൽ ഏത് ബോളർമാരെയും ഉറപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് ട്രെന്റ് ബോൾട്ടും ബൂമറയും വരുന്ന ബോളിംഗ് നിര നോക്കിയാൽ ഏത് ബാറ്റർമാരെയും തലവേര വരുന്ന ടീമാണ്. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ സൂര്യകുമാർ യാദവിനൊന്നും കാര്യമായിട്ടൊരു ഇമ്പാക്ട്. ഈ സൂര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ സൂര്യ ഇത്തവണ 5 മത്സരങ്ങളിൽ 106 റൺസ് മാത്രമാണ് എടുത്തത്. 2025 സീസണിൽ അദ്ദേഹം 717 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ കഴിഞ്ഞ ഈ തവണ
137 റൺസാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 412 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ 5 മത്സരങ്ങളുടെ ഇടയിലെ കണക്കാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തിലക് വർമ്മയുടെ കാര്യം നമ്മൾ നോക്കണം. മുംബൈ ഇന്ത്യയുടെ മധ്യനിരയുടെ ഒരു കരുത്താണ് തിലക് വർമ്മ. അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ IPL സീസണിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വരാനുണ്ടായ ഒരു കാരണം വാതിൽ തുറന്നു കൊടുത്ത് കഴിഞ്ഞ സീസണിലെ IPL മികച്ച പ്രകടനമാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നേടിയത് ഈ സീസണിൽ അദ്ദേഹം ഇതുവരെ 43 റൺസാണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ 343 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ആ 343 റൺസ് അത്രത്തോളം ക്രൂഷ്യലായിരുന്നു. മുംബൈനെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈ ഉണ്ടായിരുന്നത്. അവസാന ലാപ്പിലാണ് അവർ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ പറയേണ്ട ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. ഇവരെല്ലാം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങളാണെന്നും കൂടെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം വെച്ചാൽ ഇപ്പൊ 4 മത്സരങ്ങളിൽ നിന്ന് 81 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് അദ്ദേഹം 224 റൺസ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. മത്സരങ്ങൾ സീസൺ മൊത്തത്തിലാണെന്നുള്ളത് പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇതുപോലെ 5 മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ സൂര്യയുടെയാണ് പറയേണ്ടത്. സൂര്യ കഴിഞ്ഞ തവണ 700+ സ്കോർ ചെയ്തിട്ട് സൂര്യക്ക് ഈ തവണ അദ്ദേഹം തിളങ്ങാനാവുന്നില്ല. പഞ്ചാബിനെതിരായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് ആദ്യ ബോളിൽ തന്നെ അദ്ദേഹം ക്യാച്ച് എടുത്തിട്ട് പുറത്താവുകയാണ്. സൂര്യക്ക് അവിടെ ഒരു എന്താണ് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രോഹിത് ശർമ്മ ഇല്ലാത്തൊരു കളിയാണ് പഞ്ചാബിന്റെ നടന്നത്. അപ്പൊ തീർച്ചയായിട്ടും സൂര്യ ക്രീസിൽ ഉണ്ടാകണമായിരുന്നു. അതിൽ ഇപ്പം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി ആയിട്ട് സൂര്യയുടെ ക്യാപ്റ്റൻസി കൊടുക്കണമെന്നാണ് പിന്നെ അശ്വിനെ പോലുള്ള താരങ്ങളിൽ IPL മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ താരത്തിന്റെ ഫോമും ഇങ്ങനെയാണ് പോകുന്നത്. ടീമിൽ തന്നെ സ്ഥാനം ഉണ്ടാവുന്ന തോന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എടുത്തു പറയേണ്ട കാര്യം. നമൻദറിന്റെ കാര്യം കൂടെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതൊരു മികച്ചൊരു കൂട്ടുകെട്ട് ഡീകോക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമൻദറിന്റെ വിക്കറ്റ് അവിടെ പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രഷർ ഡീകോക്കിലേക്ക് വന്നേനെ. ഡീകോക്കിന് ഇത്ര വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു ചെറിയ സ്കോറിൽ തന്നെ മുമ്പ് ഇന്നലെയും പുറത്താകേണ്ട കാഴ്ച വന്നേനെ. കാരണം നമുക്കറിയാം ഈ തിലക് വർമ്മയ്ക്ക് സ്കോർ നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയാണ്. തിലക് വർമ്മയെ നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ജയവർദ്ധന മത്സരം പറഞ്ഞത് എന്താണ് എവിടെയാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലാണ്. ഹാർദിക്കും അങ്ങനെയാണ് പറയുന്നത്. അതായത് എന്ത് ഒരു വ്യക്തികൾക്കാണോ ടീമിനോട് പ്ലാനാണോ ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം പ്രതികരിക്കാൻ ഇവർക്കും പറ്റില്ല. കാരണം ഇവർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴും നോക്കുമ്പോൾ മുംബൈക്ക് നോക്കുമ്പോൾ രോഹിത് ആയാലും, രോഹിത് കളിക്കുമ്പോൾ രോഹിത്, റിക്കിൾട്ടൺ, ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഈ പേരുകളൊക്കെ നോക്കുമ്പോഴേക്ക് മുംബൈ സെറ്റാണ് ടീം. പക്ഷേ ഇവർ ഇറങ്ങിയിട്ട് ഒരു 5 ബോൾ നേരിടുന്നു അല്ലെങ്കിൽ 10 ബോൾ നേരിടുന്നു, ഇവർ റൺ റേറ്റ് വരുത്താണ്ട് സ്ട്രൈക്ക് റേറ്റിലാണ്ട് പുറത്താവെന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം ഇതും പോവാണ്. ഇന്നലെ ഇപ്പോൾ നവംതീറിൻ്റെ ഒരു ഈ പറഞ്ഞ ഇന്നിങ്സ് ഒരു കൂട്ടുകെട്ടില്ലായിരുന്നെങ്കിൽ വലിയ സ്കോറിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാണ്ട് മുംബൈ വീണേനെ. പക്ഷേ അവിടെ നല്ലൊരു കൂട്ടുകെട്ട് പിറക്കുന്നു. ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പൊരുതാവുന്ന സ്കോറിലേക്ക് കളി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് നമ്മൾ ഈ ബൗളിംഗ് നിരയുടെ പ്രശ്നം വരുന്നത്. ഈ നമ്മൾ ജസ്പ്രീത് ബുംറ എന്ന് പറഞ്ഞൊരു താരത്തെ പിന്നെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരി, ഏത് ഫോർമാറ്റിലുള്ള അപകടകാരി എന്ന് പറയുകയാണ്. ബൂംറ ഇന്നലെ 4 ഓവർ പൂർത്തിയാക്കി പോകുമ്പോൾ ഒരു വിഷ്വലുണ്ട്, അത് കണ്ടിരുന്ന മനസ്സിലാവും. അദ്ദേഹത്തിന് ഒരു ചിരിയുണ്ട്. ഒരു നമ്മൾ കെയിൻ വില്യംസിൻ്റെ ചിരി കണ്ടിട്ടുണ്ട്, ലോകകപ്പ് നഷ്ടപ്പെടുന്ന സമയത്തുള്ള ചിരിയുണ്ട്. അങ്ങനെ പലതവണ നമ്മൾ ഈ ചിരി കണ്ടിട്ടുണ്ട്. പിന്നെ ആ ചിരിയാണോ എന്ന് ചോദിച്ചാൽ ചിരിയല്ല, പക്ഷെ ഒരു നിസ്സായ അവസ്ഥ, ഒരു ആ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ മുഖം സംസാരിക്കും, ഒരു എസ്സേ പറയേണ്ടത് മൊത്തം ആ മുഖത്തുണ്ടാവും. ആ മുഖം ആ ഒരു ചിരിയോടെയാണ് ഇന്നലെ 4ാമത്തെ ഓവർ പൂർത്തിയാക്കിയിട്ട് ബൂംറ പോകുന്നത്. ഒരു വിക്കറ്റ് പോലും നേടാൻ ഈ സീസണിൽ നേടാൻ പറ്റില്ല ബൂംറയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയത്. റൺ വിട്ട് എടുക്കാനാക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നലെ ബൂംറ തല്ലുകൊള്ളുന്നുണ്ട്. ബൂംറ തല്ലുകൊള്ളുന്നു, വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് മുംബൈക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം ബൂംറയും ട്രെന്റ് ബോൾട്ടൊക്കെ ഒരു ടീമേ ഷർദുല്ല കുറവ് താരങ്ങൾ ഒരുപാടുണ്ട്, ബാക്കിയുള്ള താരങ്ങളില്ലാന്നും പറയുന്നത്. പക്ഷേ ഈ ടീം ബൂംറയിൽ നിന്നൊരു ടീം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെടുക്കാൻ വേണ്ടി വരുന്നില്ല. പിന്നെ ചെറിയ സ്കോർ ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ബൂംറനെ വെച്ച് പ്രതിരോധിക്കാൻ അത് നമ്മൾ രോഹിത്തിന്റെ ഒക്കെ കാലത്ത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൂംറ അങ്ങനെ IPL താരമായിട്ടാണല്ലോ ഈ പറഞ്ഞ ലോക ക്രിക്കറ്റിലേക്ക് നടന്നു കയറി സിംഹാസനങ്ങൾ കീഴടക്കി വന്നത്. പക്ഷേ ഇപ്പോൾ താരത്തിന് പറ്റുന്നില്ല. അത് ബൂംറയ്ക്ക് എന്താണ് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഈ ബോളിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോഴും ഈ പറയുന്ന ഹാർദിക്കിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബോളിംഗ് ചേഞ്ചുകളായാലും തീരുമാനങ്ങളായാലും ഫീൽഡിംഗ് പ്ലേസ്മെന്റ് ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ ഹാർദിക്കും നേരിടേണ്ടി വരുന്നു പറയുന്നുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് വരുന്നത്. എനിക്കൊന്ന് പിന്നെ ഈ സ്പെല്ലൊക്കെ കൊടുക്കുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തുന്ന കുഴപ്പമില്ല. പക്ഷെ പരാജയപ്പെട്ട നായകനായിട്ടും ഹാർദിക് മാറുവാണ്. ഈ ബുംറയുടെ കാര്യം ഇപ്പോൾ ലജിൻ പറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു ബുംറയുടെ കാര്യത്തിൽ ബുംറയ്ക്കൊരു ബോളർമാരിൽ അദ്ദേഹത്തിന് മികച്ച പിന്തുണ കിട്ടുന്നില്ലാത്തൊരു അവസ്ഥ ഈ തവണ. ട്രെന്റ് ബോൾട്ടിന്റെ അഭാവം അദ്ദേഹത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് പഞ്ചാബിനെതിരായ മത്സരത്തിലേക്ക് ബാധിക്കുന്നു. ട്രെന്റ് ബോൾട്ടിന്റെ ഫോം ഇല്ലായ്മ ഇവിടെ ഘടകമാണ്. കാരണം വെച്ചാൽ ഇന്നലെ 4 ഓവറിൽ 41 റൺസോ മറ്റാണ് ഇവർ ബുംറ വിട്ടുകൊടുക്കുന്നത്. അതേസമയത്ത് നമ്മൾ നന്നായിട്ട് അടി കൊള്ളുന്ന 2 ബോളർമാർ മുംബൈക്ക് വേണ്ടി പന്തെറിയുന്നുണ്ട്. ചഹർ എറിയുന്നുണ്ട്. ചഹറിനൊക്കെ അറിയാം. ചഹറിന്റെ കാര്യമാണെങ്കിലും അതുപോലെ 2-3 ഓവറിൽ 40 റൺസാണ് വിട്ടുകൊടുത്തത്. 18 എക്കോണമി വരുന്നത് ചഹറിന്റെ കേസിൽ. അതുപോലെ നമ്മൾ പറയേണ്ടത് ഷാർദുൽ താക്കൂറിന്റെ കാര്യത്തിൽ അത് 3 ഓവറിൽ 42 റൺസ് വിട്ടുകൊടുക്കും. എക്കോണമി ഉണ്ട്. അതെ അതെ, തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമേ രണ്ടുപേരും നന്നായിട്ട് തല്ലുകൊള്ളുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ബൂംറയുടെ ഇന്നലത്തെ ഓവർ നോക്കുമ്പോൾ ബൂംറ 40 റൺസ് വഴങ്ങുന്നുണ്ട്.
വഴങ്ങുന്നുണ്ട്. പക്ഷെ ബുംറയിൽ നിന്ന് ഈ രണ്ട് ബോളർമാരിൽ ആരിൽ ഒരാൾ കുറച്ച് മികച്ച പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ സമ്മർദ്ദമില്ലാതെ പന്തറിയുമ്പോൾ 3 ഓവർ 39 റൺസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വിട്ടുകൊടുക്കുന്നുണ്ട്. ഒരാളും മോശമാക്കിയിട്ടില്ല. നമ്മൾ അതുപോലെ തന്നെ ഈ തവണത്തെ ഹാർദിക്കിന്റെ ഒരു നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇത്തവണ അദ്ദേഹം വഴങ്ങിയ റൺസും കാര്യങ്ങളും അദ്ദേഹം KKRനെതിരെ 35 റൺസാണ് വാങ്കഡയിൽ വഴങ്ങിയിട്ടുള്ളത്. അതുപോലെ ഡൽഹിക്കെതിരെ മത്സരത്തിൽ 21 റൺസ് വഴങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുവാഹത്തിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ 32 റൺസ്. ആ മത്സരം നമ്മൾ ക്രൂഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ടായതല്ലോ, സൂര്യവംശി ബുംറാനെ എടുത്ത് അടിക്കുന്ന മത്സരം കൂടെ ആയിരുന്നത്. അതിനുശേഷം RCBക്കെതിരെ 35 റൺസ് വാങ്കഡയിൽ ബുംറ വഴങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ പഞ്ചാബിനെതിരായിട്ടുള്ള മത്സരത്തിൽ 41 റൺസ് വഴങ്ങിയിട്ടുള്ളത്, ബുംറ വഴങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ ബുംറയിൽ നിന്ന് ഇങ്ങനെ ഒരു വിക്കറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സംശയമുണ്ട്. ഈ ബുംറ ഈ ഇത്രയും കളി കളിച്ചിട്ട് ഈ വിക്കറ്റ് ഇല്ല എന്നുള്ള ബുംറയെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സമ്മർദ്ദത്തിലാകും. 4 ഓവർ പൂർത്തിയായിട്ട് മടങ്ങുമ്പോൾ ചിരിയുണ്ടല്ലോ, അതിലുണ്ട് അതിന് ഉത്തരം എന്താണ് സംഭവത്തിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. ഈ ബോളിംഗിലെ പരാജയവും ബാറ്റിംഗിലെ പരാജയം പറഞ്ഞു. അതുപോലെ തന്നെ ലിജിൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഫീൽഡിലെ ഒരു അലസമായ ഒരു സമീപനമുണ്ട് ഈ മുംബൈക്ക് ഉണ്ട്. കാരണം രോഹിത് ശർമ്മയുടെ മുഖത്ത് പലപ്പോഴും നമുക്കത് കാണാം. അതിലും വ്യക്തമായിട്ട് ഹാർദിക് പാണ്ഡ്യയുടെ മുഖത്ത് കാണാം. ഹാർദിക് പാണ്ഡ്യക്ക് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഫീൽഡ് ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു മാത്രമേ. ബുംറ ഇന്നലത്തെ പഞ്ചാബിനെതിരായിട്ട് മത്സരത്തിൽ അദ്ദേഹം ഫീൽഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഹാർദിക്കിനോട് ഫീൽഡ് സെറ്റ് ചെയ്ത് തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹാർദിക്ക് സ്വാഭാവികമായിട്ടും ബുംറയോട് പെരുമാറുന്ന രീതി അങ്ങനെയല്ല, ഒരു അനുകൂലമായ നിലപാടല്ല. അതായത് യോർക്കർ എറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്താണ് ബുംറ കൂടെ അല്ല ഹാർദിക്ക് കൊടുക്കുന്നത്. പക്ഷെ ബുംറ ആവശ്യപ്പെടുന്ന അതല്ല. പക്ഷെ അവിടെയും ഈ ബുംറയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹം ബോളിംഗ് തിളങ്ങുന്നില്ല എന്ന് പറയുമ്പോഴും ബുംറയ്ക്ക് ആവശ്യമായ രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ള ഹാർദിക്കിനെതിരെ ആരോപണമുണ്ട്. പിന്നെ മറ്റ് ബോളർമാരുടെ ഇടയിലും മറ്റ് താരങ്ങളാണെങ്കിലും ഹാർദിക്കിന്റെ ഒരു പെരുമാറ്റം അവിടെ എപ്പോഴും എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടും. ബൂമറയും ഹാർദിക്കും നമ്മൾ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ റിയാക്ഷൻ ഒക്കെ കാണാറുണ്ട്. 2025 സീസണിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ 2026 സീസണിലോട്ട് വരുമ്പോൾ സമാനമായ സാഹചര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ ക്യാപ്റ്റൻസി പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ഹാർദിക്കിനെ പറ്റില്ല. അത് മുംബൈ ക്യാപ്റ്റൻ ആക്കിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ക്യാപ്റ്റനായിട്ട് ഓഫർ കൊടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ അതും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ മുംബൈയുടെ ഈ പറഞ്ഞ 5 കപ്പ് 6 കപ്പുകളുടെ എണ്ണം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 5 മത്സരത്തിൽ 4 പരാജയപ്പെട്ടു പോവാണ്. സീസണിന് തുടക്കമാണെങ്കിൽ തിരിച്ചു വരാൻ അവസരമുണ്ട്. എല്ലാ മത്സരം ജയിച്ചാൽ ചിലപ്പോൾ തിരിച്ച് പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിലുള്ള സ്ക്വാഡ് ഉണ്ട്. മുംബൈക്ക് യാതൊരു പ്രശ്നമില്ല. ഈ പറഞ്ഞാൽ ഇനി ക്യാപ്റ്റൻസിയിൽ ഹാർദിക്കിനെ സഹായിക്കാൻ രോഹിത് സൂര്യകുമാർ ഇറങ്ങേണ്ടി വരും. അതിന് ഹാർദിക്ക് അനുവദിക്കും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കൂട്ടായ പരിശ്രമം ഇല്ലാതെ ഈ ടീമിനൊരു രക്ഷയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഈ താരങ്ങൾ പറഞ്ഞാൽ വ്യക്തിഗത പ്രകടനം മെച്ചപ്പെടുത്താനുണ്ട്. ആ വ്യക്തിഗത പ്രകടനം മെച്ചപ്പെടുത്തണമെങ്കിൽ ടീമിൻ്റെ ഒരു സാഹചര്യം മാറേണ്ട, ഒരു അറ്റ്മോസ്ഫിയർ മാറി വരണം. അതിൽ ക്യാപ്റ്റൻ ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ ഒരു എന്താ പറയേണ്ടത്, ഒരു കാറ്റ് പിടിക്കാത്ത പോലെ ഒരു സൈഡിൽ അങ്ങ് നിൽക്കുന്നു, ബാക്കി താരങ്ങളൊക്കെ തലങ്ങും വിലങ്ങും കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മുംബൈക്ക് തിരിച്ചു വരണമെങ്കിൽ എന്തായാലും ടീം വർക്ക് ആവശ്യമാണ്. അത് സ്ട്രെങ്ത് ഈ പറഞ്ഞ IPL 10 ടീമുള്ള ചുറ്റും നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ്. ആ സ്ട്രെങ്ത് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി മുംബൈക്ക് പറ്റിയില്ലെങ്കിൽ ഈ സീസണിലും പരിതാപകരമായിരിക്കും അവസ്ഥ എനിക്ക് തോന്നുന്നത്.